പകർന്നു നൽകിയാൽ കുറഞ്ഞു പോകാത്ത ഒന്നേയുള്ളൂ, അറിവ്. നമുക്ക് ആരംഭിക്കാം. യൂണിടേസ്റ്റ് അശ്വമേധം പവേർഡ് ബൈ ഓക്സിജൻ, ദ ഡിജിറ്റൽ എക്സ്പെർട്ട്, നിഷ് കന്യാകുമാരി, യെല്ലോ ക്ലൗഡ്, ലൂമിനാർ ടെക്നോ ലാബ് ഇൻ അസോസിയേഷൻ വിത്ത് SBI. സ്വാഗതം ചെയ്യുന്നു അവർ ജൂറി മിസ്റ്റർ ജോ ആന്റണി. നമസ്കാരം സർ. താങ്ക് യു. ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം അവർ ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ GS പ്രദീപ്. വെള്ളിൽ പറവകൾ പോൽ നിന്റെ കൗതുകം തുള്ളിക്കളിച്ചുയരുമ്പോൾ ഉള്ളം നടുങ്ങി ഞാൻ നിൽക്കയാണോമനെ പൊള്ളിയുരുകി നിൻ മുന്നിൽ എന്ന് കവി. ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും കുറച്ചു പറയാം ഒത്ത നടുവിൽ നിന്ന്, അപ്പോഴോരോന്നായി ബാക്കി നീ പിന്നീടറിയും എന്നും കവി. നേരുകളുടെ ഒത്ത നടുവിൽ നിന്നുകൊണ്ട് ഓർമ്മകളുടെ വർത്തമാനം പറയുന്ന ഈ രാത്രിയിലേക്ക് പതിവ് പോലെ നിങ്ങൾക്ക് സ്വാഗതം. യൂണിടേസ്റ്റ് അശ്വമേധം പവേർഡ് ബൈ ഓക്സിജൻ, ദ ഡിജിറ്റൽ എക്സ്പെർട്ട്, നിഷ് കന്യാകുമാരി, യെല്ലോ ക്ലൗഡ്, ലൂമിനാർ ഇൻ അസോസിയേഷൻ വിത്ത് SBI. ഈ വേദിയിലേക്ക് ഈ ദിവസം കടന്നു വരുന്ന മത്സരാർത്ഥി ഒരു ഡോക്ടറാണ്, ഒരു ഗായികയാണ്, ഒരു നർത്തകിയാണ്, ഒരു സംഗീത സംവിധായകയാണ്. സ്വാഗതം ഡോക്ടർ ശ്രദ്ധ. ഹലോ സർ. ശ്രദ്ധ, ഇത് രസമാണ്. ശ്രദ്ധ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നമ്മൾ ഈ നാടകത്തിൻ്റെ പഴയ നാടകങ്ങൾ കാണുമ്പോഴല്ല, നാടകങ്ങൾ വായിക്കുമ്പോൾ, അപ്പോൾ ഡയലോഗ് മാത്രമല്ല എഴുതുന്നത് നാടകങ്ങളിൽ. ആദ്യം കർട്ടൻ ഉയരുന്നു, രംഗത്ത് എന്നൊക്കെ പറഞ്ഞാണ് എഴുതുന്നത്. അപ്പോൾ അതിൽ നായകൻ ചിരിച്ചുകൊണ്ട് പ്രവേശിക്കുന്നു എന്നൊക്കെ എഴുതും. അതുപോലെ ശ്രദ്ധ ചിരിച്ചുകൊണ്ട് പ്രവേശിക്കുകയായിരുന്നു. യു ആർ എ ഡോക്ടർ ബൈ പ്രൊഫഷൻ. ഇപ്പോൾ പഠിക്കുന്നുണ്ടോ അതോ MBBS കംപ്ലീറ്റ് ചെയ്തു, ഹൗസ് ഏജൻസി ചെയ്തുകൊണ്ടിരിക്കും. എവിടെയാണ് പഠിച്ചത്? SCT മെഡിക്കൽ കോളേജ് വട്ടപ്പാറ, തിരുവനന്തപുരത്ത് തന്നെ. ട്രിവാൻഡ്രത്ത്. വീട് എവിടെയാണ് ശ്രദ്ധയുടെ? ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെയാണ്, പേട്ടയാണ് താമസിക്കുന്നത്. വീട്ടിൽ അമ്മ, അച്ഛൻ, അമ്മൂമ്മ, ഞാനും. ഒറ്റ മോളാ? യെസ്. എല്ലാ സ്നേഹവും ഒറ്റ മോൾക്കായി തന്നാണ് വളർത്തിയത്. അതെ. അതുകൊണ്ട് തന്നെ സംഗീതത്തോടൊപ്പം നൃത്തവും ഉണ്ട്. നൃത്തം എന്താണ്? ഭരതനാട്യം, മോഹിനിയാട്ടം? ഞാൻ റിഗാറ്റ ഗിരിജ ടീച്ചറിന്റെ കീഴിലാണ് പഠിച്ചത്. ക്ലാസിക്കൽ ഫോംസ് എല്ലാം പഠിച്ചിട്ടുണ്ട്. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനി. മ്യൂസിക് ഡയറക്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞു. ഉണ്ട്. ഏതാണ് ഞാൻ ഫസ്റ്റ് ചെയ്തത് എൻ്റെ ഒരു ഓൺ സോങ് തന്നെ എഴുതി കമ്പോസ് ചെയ്ത് യൂട്യൂബിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതല്ലാതെ മണ്ണാറശാല ക്ഷേത്രത്തിന് വേണ്ടിയും ചെങ്കൽ മഹേശ്വര ക്ഷേത്രത്തിന് വേണ്ടിയിട്ടും 3 സോങ്സ് കമ്പോസ് ചെയ്തിട്ടുണ്ട്. അത് യൂട്യൂബിൽ റിലീസായിട്ടുണ്ട്. അല്ലാതെ ഓഡിയോ CD ആയിട്ടും ചെയ്യാനുള്ളൊരു ഭാഗ്യം ലഭിച്ചു. ഭക്തിഗാനങ്ങളാണ് കൂടുതൽ? അതെ, ഭക്തിഗാനങ്ങൾ. ഭക്തയാണ്. ആരാണ് ഇഷ്ട ദൈവം? ശ്രീകൃഷ്ണൻ. കൃഷ്ണഭക്തയാണ്? അതെ. ശരി, കൃഷ്ണൻ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സർ. അപ്പോൾ എന്തായാലും ശ്രദ്ധ എഴുതി, ശ്രദ്ധ തന്നെ കമ്പോസ് ചെയ്ത ആ പാട്ട് കേട്ട് തുടങ്ങാം. ഓക്കെ. നവനീത ചോരൻ കമനീയ ഗാത്രൻ്റെ തിരുമുടി തന്നിലെ മയിൽ പീലിയേ. നവനീത ചോരൻ കമനീയ ഗാത്രൻ്റെ തിരുമുടി തന്നിലെ മയിൽ പീലിയേ. നീരജാക്ഷൻ കണ്ണൻ നീരദവന്നൻ്റെ പ്രിയ തോഴിയാം മയിൽ പീലിയല്ലേ. നീരജാക്ഷൻ കണ്ണൻ നീരദവന്നൻ്റെ പ്രിയ തോഴിയാം മയിൽ പീലിയല്ലേ. നീ പ്രിയ തോഴിയാം മയിൽ പീലിയല്ലേ. ഗംഭീരം. താങ്ക് യു സർ. അശ്വമേധം കാണാറുണ്ട്? ഞാൻ പഴയ സീസൺ കുട്ടിയായിരുന്നപ്പോൾ കണ്ടിട്ടുണ്ട്. അല്ലാതെ അശ്വമേധം വീട്ടിൽ കളിച്ചു നോക്കിയിട്ടുണ്ട്. ഈ ഷോയുടെ ഒരു വലിയ ഫാനായിരുന്നു. അപ്പോൾ ഇന്ന് ഈ സ്റ്റേജിൽ ഇരിക്കുന്നത് ഇറ്റ് ഫീൽസ് ലൈക്ക് എ ഡ്രീം. ഐ എം സോ ഹാപ്പി, സോ പ്രൗഡ് ടു ഷെയർ എ സ്റ്റേജ് വിത്ത് യു. MDക്ക് പോകുന്നില്ലേ? പോകണം, സർജറിക്ക് പോകണം എന്നാണ് ആഗ്രഹം. MS പോകണം? യെസ്, MS. അപ്പോൾ നെക്സ്റ്റ് ഇയർ ആയിരിക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ആദ്യ സെഗ്മെന്റ് അറിയാമല്ലോ ഈ സീസണിലെ. ശ്രദ്ധയാണ് ഗ്രാൻഡ് മാസ്റ്റർ. മിടുക്ക് കൊണ്ട് ശ്രദ്ധ ഗ്രാൻഡ് മാസ്റ്റർ തന്നെയാണ്. ഒരു
നമ്മുടെയൊക്കെ കോളേജ് കാലത്ത് ഞങ്ങൾ പറയും കലാതിലകമാകുന്നത് എൻട്രൻസ് ഇല്ലാതെ അഡ്മിഷൻ കിട്ടാനാണ്. അന്നങ്ങനെ ഒരു പ്രൊഫഷൻ ഉണ്ടായിരുന്നു. അറിയാം. അപ്പോൾ അങ്ങനെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതോട് കല തീർന്നു. പിന്നെ ഈ ഡോക്ടറാവുക എന്നുള്ളതിന് വേണ്ടിയുള്ളൊരു എളുപ്പ വഴിയാണ് കല അഭ്യസിക്കുക എന്നുള്ളത്. പക്ഷേ ശ്രദ്ധ MBBS കഴിഞ്ഞു. അപ്പോഴും നൃത്തവും സംഗീതവും നിറഞ്ഞ ചിരിയും ഒക്കെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നു. ഒത്തിരി സന്തോഷം. ഞാനിപ്പോൾ ഹൗസ് ഏജൻസി ആയതിനു ശേഷമാണ് കോളേജ് ലെവലിൽ ഒരു കലാതിലകമാവുന്നത്. ഞങ്ങളുടെ ആരോഗ്യ സർവകലാശാല. ഇപ്പോൾ ഞാനത് മറന്നുപോയി, മെഡിക്കോസ് കലാതിലകം കൂടിയാണ്, അത് പറയാൻ വിട്ടുപോയി. അത് ഒത്തിരി സന്തോഷം. ഏതൊക്കെ ഇനങ്ങളിലാണ് സമ്മാനം കിട്ടിയത്? എനിക്ക് ക്ലാസിക്കൽ മ്യൂസിക്, ലൈറ്റ് മ്യൂസിക്കും ഫസ്റ്റ് ആയിരുന്നു. മാപ്പിളപ്പാട്ടും ഗസലും സെക്കൻഡ് ആയിരുന്നു. 4 ഇവന്റ്സ് ആയിരുന്നു. കവിത ചൊല്ലില്ല? കവിത ചൊല്ലും. അപ്പം അതെല്ലാം കേൾക്കാം നമുക്ക് പോകെ പോകെ. ഓക്കെ. ആദ്യത്തെ മേഖലയിലേക്ക് പ്രവേശിക്കാം ശ്രദ്ധയോടൊപ്പം. കം ലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ. ശ്രദ്ധ കണ്ടെത്തേണ്ട വ്യക്തിയെക്കുറിച്ചുള്ള എൻ്റെ ഒന്നാമത്തെ സൂചന. എൻ്റെ ഭാര്യയുടെ, എൻ്റെ അല്ല, ശ്രദ്ധ കണ്ടെത്തേണ്ട വ്യക്തിയുടെ ഭാര്യയുടെ ആദ്യത്തെ പേര് ടിൻറ്റ് ടിൻറ്റ് എന്നായിരുന്നു. ഇല്ല. രണ്ടാമത്തെ ക്ലൂ. ഇമേജസ് ആൻഡ് ഇൻസൈറ്റ്സ് ഞാൻ എഴുതിയ പുസ്തകമാണ്. നെക്സ്റ്റ് ക്ലൂ. Government was not doing sufficiently enough because at such communal events, if action by the government early enough to say that they would not tolerate violence and killings of your neighbors, they will be. അദ്ദേഹത്തിൻ്റെ ശബ്ദമാണ് ഈ കേട്ടത്. ആ ശബ്ദം ഒരു വിദേശി ഇംഗ്ലീഷ് പറയുന്ന പോലെ അല്ല, ആണോ? ഒരു ഇന്ത്യൻ. നാലാമത്തെ സൂചനയിലേക്ക് പോവുക. ഞാൻ വിചാരിച്ചു ടിൻറ്റിൽ തന്നെ പിടിക്കുമെന്നാണ് വിചാരിച്ചു. നാലാമത്തെ സൂചന. ഞാൻ പഠിച്ചത് സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ കുറവിലങ്ങാടിലാണ്. ടിൻറ്റ് എന്നാദ്യം പേരുണ്ടായിരുന്ന എൻ്റെ ഭാര്യ എന്നെ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഉഷ എന്ന് പേര് മാറ്റി. കിട്ടുന്നില്ല. അഞ്ചാമത്തെ സൂചന. ഒടുവിലൊരു പ്രഭാതത്തിൽ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മനസ്സിലേക്ക് അഭിമാനത്തിൻ്റെ വാർത്ത ചൊരിഞ്ഞുകൊണ്ടൊരു പത്രവാർത്തയുടെ തലക്കെട്ടായി ഈ മനുഷ്യൻ മാറി. അത് ഇന്ത്യ എന്ന ഈ വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ ദളിതനായ രാഷ്ട്രപതിയായി, ആദ്യത്തെ ദളിതനായ പ്രസിഡൻ്റായി ഈ മലയാളി മാറിയപ്പോഴാണ്. ആരാണിത്? KR നാരായണൻ. ഭാരതത്തിൻ്റെ രാഷ്ട്രപതിയായ മലയാളിയുടെ അഭിമാനമായ ശ്രീ KR നാരായണനെ കുറിച്ചാണ് ഞാൻ സൂചനകൾ തന്നത്. ശരിയായ ഉത്തരമാണ്. അനിഷ പ്ലീസ്. ഇനി അശ്വമേധം കളിക്കാം. ഇനി ടെൻഷൻ ഇല്ലല്ലോ. ഇനി എനിക്കല്ലേ ടെൻഷൻ. അതിനു മുൻപ് ഒരു കവിത കേൾക്കാം. 2 വരി. ഞാൻ വള്ളത്തോളിന്റെ എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിൽ. ലോകമേ തറവാട് തനിക്ക് പുൽകളും പുഴുക്കളും കൂടത്തൻ കുടുംബക്കാർ. ചൊല്ലും. ലോകമേ തറവാട് തനിക്ക്, ലോകമേ തറവാട് തനിക്ക്, ഈ ചെടികളും പുൽകളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ. ത്യാഗമെന്നതേ നേട്ടം, താഴ്മതാനഭ്യുന്നതി, യോഗവിത്തേവം ജയിക്കുന്നിതെൻ ഗുരുനാഥൻ. എല്ലാ ഗുരുനാഥന്മാരെയും ആദരവോടെ പ്രണമിക്കുന്നു. ഗാന്ധിജിയെക്കുറിച്ച് എഴുതിയ കവിതയാണത്. അപ്പോൾ ശരി, ആരംഭിച്ചാലോ? ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖല യാഗം. ശ്രദ്ധ വിചാരിച്ച വ്യക്തി ഒരു ഇന്ത്യൻ? പുരുഷൻ? മലയാളി? അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? സൗത്ത് ഇന്ത്യൻ? 1950 ശേഷം മരണം? അല്ല. 1900 ശേഷം മരണം? അല്ല. അതിന് ശേഷമാണ്. 1950 ശേഷമാണോ? 1950 ശേഷമാണോ എന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത്. അതല്ലെന്നാ പറഞ്ഞത്. അല്ല, അത് ശരിയാണ് സർ, അത് കറക്റ്റ്. രണ്ടാമത്തതാണ് തെറ്റിയത്.
ദാറ്റ് മീൻസ് ബിറ്റ്വീൻ 1900 ആൻഡ് 1950. യെസ് രാഷ്ട്രീയം, കലാ, സാഹിത്യം. യെസ് രാഷ്ട്രീയം യെസ് 1900-നും 1950-നും ഇടയിലുള്ള രാഷ്ട്രീയമാണ്. അപ്പോൾ സ്വാതന്ത്ര്യ സമരമാണോ? അതെ, സ്വാതന്ത്ര്യ സമരം. 10 ചോദ്യങ്ങൾ യജ്ഞം. ഒരു തീവ്രവാദ സ്വഭാവമുള്ള റവല്യൂഷണറി ആയിരുന്നു? നോ. അല്ല. അല്ല. പ്രീതിലതയും കനകലതയും ഒന്നും അല്ല. അപ്പോൾ അല്ല. സാധാരണഗതിയിലാണോ മരിച്ചത്? അല്ല. അല്ലേ? അല്ല. ജനിച്ചത് ഇന്ത്യയിൽ തന്നെയാണോ? അതെ. ഓ, മരിച്ചപ്പോൾ 20 വയസ്സിൽ താഴെയായിരുന്നോ പ്രായം? അല്ല. 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 തൂക്കിലേറ്റപ്പെട്ടതാണോ? നോ. അല്ല. അല്ല. വെടിയേറ്റ് മരിച്ചതാണോ? യെസ്. 16 ചോദ്യങ്ങൾ രാജസൂയ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തേത് എന്ന് പറയാവുന്ന എന്തെങ്കിലും അവരുടെ പേരിലാണോ ഉള്ളത്? യെസ്. അത് കൽക്കത്തയിലാണോ? യെസ്. തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ ഒരാളുണ്ട്, കൊടികാത്ത കുമരൻ എന്നാണ് അറിയപ്പെടുന്നത്. തിരുപ്പൂർ കുമരൻ. തിരുപ്പൂർ കുമരൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പോലീസുകാർ ക്രൂരമായി കൊല്ലുന്നതുവരെ, ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭ സമര കാലത്താണ് തമിഴ്നാട്ടിൽ, കൊല്ലുന്നതുവരെ ഇയാൾ ഇന്ത്യയുടെ പതാക, ത്രിവർണ്ണ പതാക ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ബ്രിട്ടീഷുകാർ ഒരുപാട് ശ്രമിച്ചു അയാളുടെ കയ്യിൽ നിന്ന് ഇത് വലിച്ചു താഴേക്കിടാൻ. മരിക്കുന്നത് വരെയും കൊടി കാത്താണ് ഇയാൾ മരിക്കുന്നത് വരെ കിടന്നത്. കൊടികാത്ത കുമരൻ എന്നാണ് അറിയപ്പെട്ടത്. അതുപോലെ താങ്കൾ വിചാരിച്ച വ്യക്തിയും മരിക്കുന്നതുവരെയും തൻ്റെ ശരീരത്തോട് ചേർത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ പതാക പിടിക്കുകയും വന്ദേ മാതരം എന്ന ഉച്ചത്തിൽ വിളിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. അവരുടെ ജീവിതത്തിൽ അവരുടെ ദൈവവും അവരുടെ കൃഷ്ണനും അവരുടെ രാമനും അവരുടെ എല്ലാം അർത്ഥനഗ്നനായ ഒരു സന്യാസിയായിരുന്നു. എൻ്റെ അവസാനത്തെ ചോദ്യം, ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ചരിത്രത്തിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ രക്തസാക്ഷി വനിതയുടെ പ്രതിമ താങ്കൾ വിചാരിച്ച വ്യക്തിയുടേതാണോ? യെസ്. ക്വിറ്റ് ഇന്ത്യ സമര നായികയായിരുന്ന ഗാന്ധിജിയുടെ ആദർശങ്ങളിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച, അല്ലെങ്കിൽ ഗാന്ധിജിയുടെ തന്നെ അഭിപ്രായത്തിൽ ദ ഗ്രേറ്റസ്റ്റ് ഡിസൈപ്പിൾ ഓഫ് മൈൻഡ് എന്ന് 2 പേരെയാണ്, 2 സ്ത്രീകളെയാണ്. ഒന്ന് അംദദ് സലാമിനെ, മറ്റൊന്ന് മാതംഗിനി ഹസ്രയെ. മാതംഗിനി ഹസ്രയാണ് മനസ്സിൽ. യെസ്. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭ സമരത്ത് വെടിയേറ്റ് വീണ് കഴിഞ്ഞിട്ടും മരിക്കുന്നത് വരെയും വന്ദേ മാതരം എന്ന ഉച്ചത്തിൽ വിളിച്ചുകൊണ്ടേയിരുന്നു മാതംഗിനി ഹസ്ര. ആൻഡ് യു നോ വൺ തിങ്, ഷി വാസ് റെഫേർഡ് ആസ് ദ ലേഡി ഗാന്ധി. ഗാന്ധി ബൂഡി. ദ ഗ്രാൻഡ് ഓൾഡ് ലേഡി ഗാന്ധി എന്നവരെ വിളിച്ചിരുന്നു കൽക്കത്തയിൽ. മാതംഗിനി മൈതി ഹാജ്ര സ്വാതന്ത്ര്യ സമര സേനാനി. ബാലികയായിരിക്കെ 62 വയസ്സുകാരനായ ത്രിലോചൻ ഹാജ്റയ്ക്കൊപ്പം വൈവാഹിക ജീവിതം നയിക്കേണ്ടി വന്ന മാതംഗിനി തന്റെ 18ാമത്തെ വയസ്സിൽ വിധവയായി. തുടർന്ന് ഗാന്ധിയൻ ആശയങ്ങളിൽ ആകൃഷ്ടയായ അവർ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെയും ഉപ്പു സത്യാഗ്രഹത്തിന്റെയും ഭാഗമായി. ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളിൽ സജീവമായി പങ്കെടുത്ത മാതംഗിനി പലതവണ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന അവരെ ബംഗാളിലെ ജനങ്ങൾ ഗാന്ധി ബുദ്ധി എന്നാണ് അഭിസംബോധന ചെയ്തിരുന്നത്. 1942 ക്വിറ്റ് ഇന്ത്യ സമര പ്രക്ഷോഭത്തിൽ ബ്രിട്ടീഷ് സായുധ പോലീസിന്റെ വെടിയേറ്റവർ മരിച്ചു. വെടിയേറ്റ് വീഴുമ്പോഴും വന്ദേ മാതരം എന്ന മുദ്രാവാക്യം മുഴക്കുകയായിരുന്നു അവർ. ഗുഡ്. നല്ല തെരഞ്ഞെടുപ്പാണ് കേട്ടോ മാതംഗിനി ഹസ്ര. താങ്ക് യു സർ. ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഖാദി ബോർഡ് എല്ലാ വർഷവും ഗാന്ധി ജയന്തിക്ക് ഒരു ക്വിസ് നടത്താറുണ്ട്. ഞാനാണ് ആ ക്വിസ് നടത്തുന്നത് വർഷങ്ങളായി. അപ്പോൾ ഈ വർഷത്തെ ക്വിസ് മത്സരത്തിൻ്റെ സംസ്ഥാന ഫൈനലിൽ ഞാൻ മാതംഗിനി ഹസ്രയെക്കുറിച്ച് സൂചനാ റൗണ്ടിൽ ഒരു സൂചന കൊടുത്തപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല. ആദ്യത്തെ സൂചന 40 പോയിന്റുകൾക്ക് വേണ്ടി മിഡ്നാപ്പൂർ എന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ തന്നെ ഒരു കുട്ടി, കാസർഗോഡ് ജില്ലയിലെ കുട്ടി, കൈ ഉയർത്തി മാതംഗിനി ഹസ്ര എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയും ചെയ്തു, നമ്മുടെ കുട്ടികൾ ചരിത്രത്തെ നെഞ്ചോട് ചേർക്കുന്നുണ്ട് എന്ന്.
ഡോക്ടർ ശ്രദ്ധ ഒരുപാട് ആശംസകൾ നേരുന്നു. താങ്ക് യു. ഇടവേളയ്ക്ക് പോകുന്നതിന് മുൻപൊരു 2 വരി മാപ്പിളപ്പാട്ട് കേൾക്കാം. വെളിപ്പെട്ട സമയത്ത് ഹബീബുള്ള സ്വഹബോരും വേഗത്തിൽ തുളുതിര വിരക്കുമ്പോതിൽ വെളിപ്പെട്ട സമയത്ത് ഹബീബുള്ള സ്വഹബോരും വേഗത്തിൽ തുളുതിര വിരക്കുമ്പോതിൽ വിരിക വിട്ടിട പടവിനൽ കുളലിയലരുൾപ്പടി മുട്ടുകൾ മുരശുടു തുടിതകിൽ ബജവുടു ഒറ്റകൾ കുയൽ വിളി തകൃതികൾ കിടുകിട ഭീതം കേട്ട് ശൂജഹികൾ ഹൂയൂലാണും താർ ഭീതം കേട്ട് ശൂജഹികൾ ഹൂയൂലാണും താർ. Stay tuned.